പിന്നെ ആദ്യം നമ്മൾ പറയേണ്ട കാര്യം, നമ്മൾ രഹസ്യമായിട്ട് എന്താ കല്യാണം കഴിച്ചതെന്ന് എല്ലാവരും ചോദിച്ചു. രഹസ്യമായിട്ടല്ല, പരസ്യമാക്കിയില്ല എന്നേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, കിടുവായിട്ട് കളിക്കണം. 2 മാസത്തെ പ്രാക്ടീസ് ആണ്. അവിടെ വന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് പഠിച്ചപ്പോഴേ മുണ്ട് ലൂസായി. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ വന്നേറിന്റെ ഐശ്വര്യമാണെന്ന് അറിയാം. എന്നാലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോവാണ്. അതെ, ചെറിയൊരു പടത്തിൽ അഭിനയിക്കാൻ പോവാണ്. ഒരിടത്ത് വിളിച്ചപ്പോഴേ, സോറി മാം, ദാറ്റ് ഡേറ്റ് ഈസ് നോട്ട് അവൈലബിൾ, കുഡ് യു പ്ലീസ് ചേഞ്ച് യുവർ വെഡിങ് ഡേറ്റ് ഒന്ന് മാറ്റി വെക്കാമോ? ആടോ, ശരി. എന്നാ എങ്ങനെയുണ്ട്? ചെലവ് ചുരുക്കാനാണോ ഇന്റിമേറ്റ്? അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. പിന്നെ ചെലവ് കുറവാണോ എന്ന് ചോദിച്ചെങ്കിൽ അത്ര കുറവൊന്നും അല്ല. ഇനി എക്സ്പീരിയൻസ് തന്നെ ആഗ്രഹമുണ്ടോ കല്യാണം? എന്തൊരു ചോദ്യമാണ്. അർജുനെ തന്നെ ഇനി കല്യാണം കഴിക്കാനാണ് ഞാൻ റെഡിയാ. എനിക്ക് ഭയങ്കര കുടുംബകലഹം. അങ്ങനല്ല, അർജുനെ തന്നെയാണ് എനിക്ക് ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അൺഫിൽറ്റേർഡ്. അപ്പം ചെറുതായിട്ടൊന്ന് കല്യാണമൊക്കെ കഴിച്ചിട്ടിരിക്കുവാണ്, ചെറുതായിട്ട്. അപ്പം എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡാണ്. വീണ്ടും വന്നു. അതെ, അങ്ങനെയല്ല, കല്യാണമൊക്കെ കഴിഞ്ഞു ചെറുതായിട്ട്. അപ്പം അതിൻ്റെ കുറച്ച് എന്താ പറയുക വിശേഷങ്ങളും, പിന്നെ ഞങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എങ്ങനെയാണ് ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആയിട്ട് വെഡ്ഡിങ് നടത്തിയത്, എങ്ങനെയായിരുന്നു എക്സ്പെൻസ്, കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ശരിയാണ്, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ, എല്ലാത്തിലും ഇത് കാണിക്കണ്ട, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ, അപ്പോൾ എക്സ്പീരിയൻസ് തിരിച്ച് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നൊക്കെ. അതുകൊണ്ടാണ്. അപ്പം വെൽക്കം ടു അൺഫിൽറ്റേർഡ് അർജു. താങ്ക് യു. അതെ, അപ്പം ആദ്യത്തെ കാര്യം, ഇന്ന് നമ്മുടെ എന്താ വെഡ്ഡിങ് വീഡിയോ എടുത്തപ്പോഴും അവർ ഫോട്ടോഗ്രാഫേഴ്സും ചോദിച്ചായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റിലൂടെയാണോ എന്ന്. അല്ല, അത് പരിചയപ്പെട്ട് റിലേഷനായി കഴിഞ്ഞിട്ടാണ്. അതിനെയും പറയണ്ട, വയ്യ കേൾക്കാനൊന്ന്, അത് നീ ചാവുന്നിടം വരെ നീ കേൾക്കണം. പിന്നെ ആദ്യം നമ്മൾ പറയേണ്ട കാര്യം, നമ്മൾ രഹസ്യമായിട്ട് എന്താ കല്യാണം കഴിച്ചതെന്ന് എല്ലാവരും ചോദിച്ചു. രഹസ്യമായിട്ടല്ല, പരസ്യമാക്കിയില്ല എന്നേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റും വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു കല്യാണം ഉറപ്പിച്ച സമയത്ത്. വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, എല്ലാം ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നത്, ഇതെടുക്കുന്നത് എല്ലാം വേണമെങ്കിൽ ഷൂട്ട് ചെയ്ത് വ്ളോഗ് പോലെ ഇട്ടാലും നല്ല പൈസ കിട്ടിയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഇതിനോട് താല്പര്യമില്ലായിരുന്നു. നമുക്ക് ആ ഒരു ഇന്റിമസി എന്ന് പറയുന്ന സാധനം പോകും. അതെ, കാരണം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ശ്രമിച്ചായിരുന്നു. അല്ലേ, ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കാം, നമുക്ക് കല്യാണത്തിന്റെ തലേന്നൊക്കെ ഇട്ട് തുടങ്ങാം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷെ വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല, കാരണം ആ മൊമെന്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലങ്ങ് മുഴുകി പോവാ. അപ്പൊ പിന്നെ എങ്കിൽ പോട്ടെ, ഈ വ്ളോഗ് എടുക്കുന്ന ശരിക്കും സമ്മതിക്കണം എന്ന് അപ്പോഴാണ് തോന്നിയത്. കാരണം അത് എൻജോയ് ചെയ്ത് ഇത് എടുക്കുക. നാളെ ഇറങ്ങാനുള്ളതാ ക്യാമറ പിടിച്ച് കപ്പിൾ വ്ളോഗ്സ്. പിന്നെ എങ്ങനെയുണ്ട്? ചെലവ് ചുരുക്കാനാണോ ഇന്റിമേറ്റ്? അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടാണ്. നമ്മുടെ ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുറെ പൈസ ഉണ്ടാക്കും, എന്നിട്ട് എല്ലാ പൈസയും കൂടി എൻ്റെ കടമെടുത്ത് മറ്റേ മക്കളുടെ കല്യാണം നടത്തും. എന്നിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ വന്ന് 50 തള്ളക്ക് വിളിക്കും. അയാൾ മറ്റേ എന്തോ 0.5% അയാളുടെ ഇത് മുടക്കിയിട്ടുള്ളൂ, 5000 കോടി കൊടുത്തെന്നും പറഞ്ഞു. നമ്മളെന്തോ കാണിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു കല്യാണം നല്ലതാണ്, പക്ഷെ അത് ആ പൈസക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേറെ. അങ്ങനല്ല, ഒരു സെലിബ്രേഷൻ ആണ്, അല്ലാതെ ആളുകളെ കാണിക്കാനോ ഒന്നുമല്ല. നമ്മൾ രണ്ട് സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരുമിക്കുന്ന ഒരു സെലിബ്രേഷനാണ് അവിടെ വരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഏറ്റവും അധികം ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം ആ മൊമെന്റ്സ്. പിന്നെ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നിൽക്കുന്നു. പിന്നെ ഫ്രണ്ടിലൊരു റാമ്പുണ്ട്, അവിടെ മാത്രമാണ് ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളത്. പിന്നെ അവരുടെ 2 സൈഡിലായിട്ട് നമ്മുടെ ഗസ്റ്റുകളെ വന്നവരെ എല്ലാവരെയും കാണാം. ലെഫ്റ്റ് സൈഡിൽ ഫാമിലി, പുറകിൽ അമ്മ, അച്ഛൻ, ചേച്ചി, അനിയൻ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ സറൗണ്ടഡ് ആയിട്ട് നിന്ന്, അതെ, അങ്ങനെ സറൗണ്ടഡ് ആയിട്ട് നിൽക്കുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര ഹാപ്പി ഹോർമോൺസ് ആയിരുന്നു, ഭയങ്കരമായിട്ട്. ആ ഫീല് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ചെലവ് കുറവാണോ എന്ന് ചോദിച്ചെങ്കിൽ അത്ര കുറവൊന്നും അല്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു, ഞാൻ ഒത്തിരി പേരോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത്, കാരണം എൻ്റെ ചേച്ചിയും ചേട്ടനും, അതായത് ചേട്ടൻ കന്നഡികയാണ്, അപ്പോൾ അവർ കല്യാണം കഴിച്ചതിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ കോവിഡ് ടൈമിൽ ഒരു ഫാം ഇങ്ങനെ എടുത്തിട്ട്, അന്ന് 100 പീപ്പിൾസിനെ അലോ ചെയ്യുള്ളായിരുന്നു. അപ്പോൾ 100 പീപ്പിൾസേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വരെ അവർക്ക് ആ ഹോൾ എടുക്കാനായിട്ട് നല്ല പൈസയായി. അത് വെച്ച് നോക്കുമ്പം പെർ പ്ലേറ്റ്
ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒത്തിരി വെന്യൂസൊക്കെ സെർച്ച് ചെയ്തു. ഞങ്ങൾ കുറേ എന്താ പറയുക, കാറ്ററിംഗ് വേറെ, വെന്യൂ വേറെ, ഡെക്കറേഷൻ വേറെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടിങ്ങനെ അനലൈസ് ചെയ്തു നോക്കി എത്ര ആകും ചിലവ് എന്നുള്ള കാര്യം. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പെർ പ്ലേറ്റിന് 1500 1400 എന്ന് വെക്കുമ്പോൾ അയ്യോ എന്നൊരു വെക്കും. പക്ഷേ അതാണ് ശരിക്കും ലാഭം എന്നെനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേരാണോ വരുന്നത് അത്രയും പേരുടെ പ്ലേറ്റ് വെച്ചിട്ടേ നമുക്ക് ഇടത്തുള്ളൂ. പിന്നെ അവരാണ് നമുക്ക് എന്താ പറയുക, സദ്യ ഇടുന്ന അവിടുത്തെ ടേബിൾ അടക്കം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരുന്നത്. പിന്നെ ചെയേഴ്സ് അടക്കം, വെന്യൂലെ ചെയേഴ്സ് അടക്കം, ഫാൻസ് അടക്കം, അങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മള് വെന്യൂ എടുത്തു കഴിഞ്ഞാൽ വേറെ സ്പേസ് കിട്ടും അതിൻ്റെ തന്നെ. അതെ, ഫുഡ് കഴിക്കുന്ന സ്പേസും ഞങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഔട്ട്ഡോർ ഒരു സ്പേസ്, ഫുഡ് കഴിക്കാൻ അകത്തൊരു AC ഹോള്, അങ്ങനെയായിരുന്നു. നമ്മൾ റമദയിൽ വെച്ചിട്ടാണ് ലേക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കുറച്ച് പറഞ്ഞു കേട്ടോ ഞാൻ ലേക്ക് വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി എന്ന് വെച്ചാൽ കുറച്ചൊരു എന്താ മറ്റേ റീൽസിലെ കാണുന്ന അതെ ഒരു വൈബ് വേണം, വൈബ് കിട്ടാൻ വേണ്ടി. പിന്നെ അതിങ്ങനെ അമ്പലത്തിലൊക്കെ നടത്താൻ ഇതുണ്ടായിരുന്നു. അപ്പോഴും പിന്നെ ഒരു രാവിലെ എണീറ്റ് നമ്മൾ അതിനു വേണ്ടി അവിടെ നല്ലതാണ്, പക്ഷെ നമുക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നി. ഈ അമ്പലത്തിലൊക്കെ നടത്തി കഴിഞ്ഞാൽ വെളുപ്പിനെ എഴുന്നേറ്റ് റെഡിയായി പോകണം. പിന്നെ നമ്മൾ കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിൽ വന്ന് അടുത്ത ഫംഗ്ഷൻ, അപ്പൊ നമ്മളങ്ങ് ടയേർഡ് ആകും, എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയും ഇത് കഴിഞ്ഞാൽ മതി, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതെന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉറക്കത്തിന്റെ കുറച്ച് പ്രശ്നമുള്ളവരാണ്. അന്ന് നേരത്തെ എഴുന്നേറ്റ് ഉറങ്ങിയത് ലേറ്റ് ആയിട്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ എന്തായിരുന്നു അങ്ങനെ പെർ പ്ലേറ്റ് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം ആളുകൾ കുറവാണെങ്കിൽ അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് എൻ്റെ വീട്ടിൽ അവിടെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ നാട്ടുകാരെയും ഫാമിലീസിനൊക്കെ, അച്ഛൻ്റെ ഫ്രണ്ട്സ്, അമ്മയുടെ ഫ്രണ്ട്സിനെ, കാരണം അവരെല്ലായിടത്തും പോയി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വലിയ ഫംഗ്ഷൻ എടുത്തു. പക്ഷെ അതും ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് നമുക്ക് ഒരു ഇതുപോലെ നടന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഇതാകുന്നത് കല്യാണത്തിൻ്റെ ഒരു സ്വസ്ഥത ഉണ്ട്. ഒരു ഇത് റിസപ്ഷന് നല്ല പരിപാടിയായിരുന്നു. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം. കാരണം അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ്. മറ്റേ കേരളത്തിൽ അവിടെ തൊട്ട് ഇവിടം വരെ രണ്ടുപേരും മാറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവരുടെ ഫ്രണ്ട്സിനാണ്. പിന്നെ അവരുടെ ഫസ്റ്റ് മോൻ്റെ കല്യാണമാണ്. ഇനിയിപ്പോൾ അനുവിൻ്റെ കല്യാണം, അനിയൻ്റെ കല്യാണം നടത്തിയാലും കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ അതൊന്നുമില്ല. എന്നാലും പക്ഷേ നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാം. അല്ല, അവര് തന്നെ പറഞ്ഞു നല്ലൊരു പരിപാടിയായിരുന്നു കല്യാണം. അല്ല, നമ്മുടെ പാരൻസിനെ ആദ്യം തന്നെ സമ്മതിക്കേണ്ടത്. കാരണം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അവർക്കൊരു എതിർപ്പും ഇല്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. പക്ഷെ ഈ റിസപ്ഷന്റെ കാര്യം മാത്രം അവർ പറഞ്ഞു, അവർക്ക് ഇത്രയും കോണ്ടാക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പൊ ഇതെന്തായാലും വിട്ടു തരണം, ഞങ്ങളുടെ ഏരിയ ആണ്, അവിടെ വന്ന് നിന്ന് തന്നാൽ മാത്രം മതി. അപ്പൊ ഞങ്ങൾ ശരി. അവിടെ എൻ്റെ പിന്നെ ഫ്രണ്ട്സിനാണെങ്കിലും ബാക്കിയുള്ള വിളിക്കാൻ പറ്റാത്ത ഫ്രണ്ട്സിനാണെങ്കിലും ഞാൻ പിന്നെ ഓടി നടന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. രണ്ട് കോളേജുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും വിളിക്കണ്ടേ. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് ഞാൻ അവരെ കയറ്റി വിട്ടു. അപ്പം അവരും അടുത്ത ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചാൽ അവരെല്ലാവരുമായിട്ട് ക്ലോസ് ആണ്. അപ്പം പക്ഷെ നിന്നെ അറിയത്തില്ല ആർക്കും. അപ്പം അവരെ വേറൊരു ഇതിലായിട്ട്, അല്ല ആക്ച്വലി വേറൊരു ഫംഗ്ഷനും കൂടി നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്ന. ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ ആരെയും വിളിച്ചില്ല. എൻ്റെ കുറച്ച് അറിയാവുന്ന കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചുള്ളൂ. കുറച്ച് പേര് വന്ന് കുറച്ചവർക്ക് വരാൻ പറ്റില്ല. പക്ഷെ കുറച്ച് റിസപ്ഷന് വിളിച്ചിട്ടുണ്ട് വരാം. കല്യാണത്തിനാണെങ്കിലും തുടക്കം തൊട്ട് ഞങ്ങളുടെ കാര്യം അറിയാവുന്ന കുറച്ച് പേരെ മാത്രമാണ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലും ഞങ്ങൾ ഇൻഫ്ലുവൻസർ കുറച്ച് ജീവയെ മാത്രം. പിന്നെ കുറച്ചുപേരെ വിളിച്ചവർക്കൊക്കെ ഷൂട്ടായത് കാരണം വരാനും പറ്റില്ല. ഫ്രണ്ട്സും കുറച്ചുപേർ. പിന്നെ അല്ല, ഒരു മൂന്നാമത്തെ ചെലവ് നമ്മൾ ഇവിടെ ചുരുക്കിയെങ്കിലും പിന്നെ അടുത്ത ഒരു ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടി ഒരു പാർട്ടി പോലെ ഒരു ഇത് നടത്തണമെന്ന് ഇപ്പം പ്ലാനിലുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഇപ്പം മുടിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ പോസ്റ്റർ കണ്ടിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇടാവുള്ള വീഡിയോ. എനിക്ക് ഡയറക്ടർ എങ്ങനെയുണ്ട്? ഞാൻ വന്നേറിൻ്റെ ഐശ്വര്യമാണെന്ന് അറിയാം. എന്നാലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോവാണ്. അതെ, ചെറിയൊരു പടത്തിൽ അഭിനയിക്കാൻ പോവാണ്. അത്യാവശ്യം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഷൂട്ട്. സോ കല്യാണം കഴിഞ്ഞ് നേരെ പിറ്റേന്ന് തന്നെ ഞാൻ ബൈ ബൈ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ രണ്ടും കൂടി. ഇനി അപ്പോൾ അതിൻ്റെ ഇപ്പം പോസ്റ്റർ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കുക. എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നല്ലൊരു മൂവിയാണ്. യൂട്യൂബറിൽ നിന്ന് ഒരു അഭിനേതാവ്. അതെ. ഞാൻ മറ്റേ ആദ്യത്തെ ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
എനിക്ക് യൂട്യൂബ് വന്നതാണ്, പക്ഷെ ആക്ടിങ് നമ്മുടെ സിനിമയാണ് നമ്മുടെ മെയിൻ. അത് കൊണ്ടുപോയി ആരെങ്കിലും ഒക്കെ എഡിറ്റ് ചെയ്തിട്ടേ. അല്ല, ഞാൻ അർജുനെ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അർജുൻ മീഡിയ സ്കൂളിലാണ് മീഡിയ വില്ലേജിലൊക്കെ പഠിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അർജുൻ ഇത്രയും സിനിമയോടൊരു ഭയങ്കര സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം, പല തരത്തിലുള്ള സിനിമകളെക്കുറിച്ച് അർജുന് നോളജ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അമ്മ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, മീഡിയ വില്ലേജിലെ ഏതോ സാറ് പറഞ്ഞു, ഏതെങ്കിലും സിനിമ പഠിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ ഓൾറെഡി അർജുൻ അത് കണ്ടിട്ടുണ്ടായിരിക്കും, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഡെയിലി ഒരു പടം വെച്ച് കാണുമായിരുന്നു. പിന്നെയാണ് ആ ഒരു ശീലം ബ്രേക്കായി, ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഏതെങ്കിലും പടത്തിൻ്റെ ഇപ്പം ചിലപ്പോൾ നമ്മൾ ഫ്ലോപ്പ് ആകും എന്ന് ഉദ്ദേശിച്ച പടങ്ങളാണെങ്കിൽ പോലും അർജുൻ സീക്വൽ കാണാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് പടം കാണാനോ പോവുകയാണെങ്കിലും ഫസ്റ്റ് പടം കാണും. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറെ ഫ്രാഞ്ചൈസ് ഒക്കെ ഇറക്കുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് കണ്ടാൽ കുഴപ്പമില്ല, പക്ഷെ അർജുൻ അങ്ങനല്ല. അർജുൻ അതിന് കാണണം, അങ്ങനെ കുറെ നല്ല ഒരു. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അർജുൻ സിനിമയിൽ എത്തിപ്പെടണം. പക്ഷെ അർജുന് മെയിൻ ആഗ്രഹം ഡയറക്ടർ ആവാനല്ലേ. അത് ഇതിന്റെ ഇടയിൽ കൂടി കണ്ടു പഠിക്കുന്നുണ്ടായിരുന്നു സംബന്ധിച്ച്. അല്ല, എന്നോട് പറഞ്ഞെല്ലാം നോക്കി പഠിച്ചു സെറ്റ് ചെയ്യാം നമുക്ക്. അല്ല, സിനിമയിൽ വർക്ക് ചെയ്താലേ സിനിമ പഠിക്കാൻ പറ്റുള്ളൂ. പുറത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളിപ്പം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ അവരുടെ കൂടെ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ച്. സോ അത് നന്നായിട്ട് വരട്ടെ. വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, അതറിയാമല്ലോ എന്നും ജീവിതത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? കല്യാണം കഴിഞ്ഞ ലൈഫും കല്യാണത്തിന് മുമ്പുള്ള ലൈഫ് എനിക്ക് വലിയ മാറ്റം തോന്നുന്നില്ല. അതാണ് കാരണം. എന്താന്ന് വെച്ചാൽ എനിക്ക് അർജുൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം. അർജുൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ഒബ്സർവ് ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും എല്ലാ അകന്ന ബന്ധുക്കളാണെങ്കിൽ പോലും ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ സ്നേഹമില്ല എന്നല്ല, പക്ഷെ നമ്മൾ കൂടുതലാന്നല്ല, ഒരു കൂട്ടുകുടുംബത്തിൽ ചെന്ന എല്ലാവരും ഭയങ്കര, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പിന്നെ മാത്രമല്ല അർജുൻ്റെ അനിയത്തിമാരും അനിയന്മാരും ഒക്കെ കസിൻസൊക്കെ അവരൊക്കെ ഭയങ്കര സ്നേഹം. അവരവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ അനിയത്തിയും ചേച്ചിയും മിസ് ചെയ്തില്ല എന്നല്ല, പക്ഷേ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ നമുക്കൊരു ഇത് ഫീൽ വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ചേച്ചിയെ ഓർമ്മ വന്ന്, അവൾ കല്യാണം കഴിഞ്ഞ് നേരെ കർണാടകക്കാർ ഭാഷ പോലും അറിയത്തില്ല, ചേട്ടനെയും അമ്മയച്ഛനെയും മാത്രമൊക്കെ അറിയത്തുള്ളൂ. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് ആ വിഷമം വന്നു. പക്ഷെ ഇവരൊക്കെ എൻ്റെ എപ്പോഴും കൂടെ ഇങ്ങനെ അർച്ചു എൻ്റെ ശല്യം കുറച്ച് കുറഞ്ഞു, ഇനി നിന്റെ കൂടെ നടന്നോളൂ. അങ്ങനെ നല്ല രസം. അല്ലെങ്കിൽ രാത്രി വന്നിട്ട് കിടക്കുമ്പോൾ വന്ന് വിളിക്കുമ്പോ എന്തായാലും കളിക്കാന്നും പറഞ്ഞു. ഇപ്പൊ നീ ഉണ്ടല്ല, ഞാൻ എന്നിട്ട് കിടന്ന് ഉറക്കുമായിരുന്നു. അതെ, അങ്ങനെ. പിന്നെ ഈ റിസപ്ഷനൊക്കെ മേക്കപ്പ് ചെയ്യാനായിട്ട് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചോദിച്ചല്ലേ ആൾക്കാര് മേക്കപ്പ് മറ്റേ കല്യാണത്തിന്റെ ലുക്ക്, അത് എനിക്ക് ഭയങ്കര എന്താ പറയുക, സിമ്പിളാവണം എന്നാ ഭംഗിയാവണം എന്നാ ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു ലുക്ക് വേണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ മൂക്ക് കയറൊക്കെ വെച്ചും. ശരി, അർജുൻ ഇങ്ങനെ വലിച്ചു കെട്ടാനാ പറഞ്ഞത്. പക്ഷെ എപ്പോഴും ഇങ്ങനെ വലിച്ചു കെട്ടാറുണ്ടല്ലോ, കല്യാണത്തിന് വെറൈറ്റി ആക്കാം. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി, അത് ഞാനായിട്ട് എന്നെ സമ്മതിച്ചാൽ നിങ്ങളായിട്ട് തെറി പറയണ്ടല്ലോ. ഞങ്ങള് സാറേയാ മേക്കപ്പ് ആർട്ടിസ്റ്റ്, സാറേയും പിന്നെ ഡ്രേപ്പ് ചെയ്ത് ഡയറ എന്ന് പറഞ്ഞിട്ടുള്ള ആളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇവർ നന്നായിട്ടാണ് ചെയ്ത് എല്ലാം ഇറക്കി. ഞങ്ങൾ അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തത് ഞാൻ ഷെനിയും ഇടുമ്പം നിങ്ങൾ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പം അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അർജു വന്നില്ലേ പാർക്കിങ്ങിന്, അതിനൊരു 10 മിനിറ്റ് മുന്നേ ഞാനും എത്തിയത്. എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ കുറേ നടന്ന ആ ലേക്കിന്റെ സൈഡിൽ കൂടെ കുറേ ഫോട്ടോ എടുത്തു. അപ്പൊ ഈ ഹ്യൂമിഡിറ്റി എല്ലാം കൂടെ കേറിയിട്ട് ഈ കേൾ ചെയ്ത മുടി, എൻ്റെ മുടി കുറച്ച് ഫ്രിസിയാ, അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ താന്നങ്ങ് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ വിഗ് വെച്ച പോലെ ഒരു സമയം. എന്നിട്ട് മുഹൂർത്തത്തിന് മുന്നേ റൂമിൽ കയറ്റിട്ട് എന്നെ മേക്കപ്പ് അവള് സാറ് കിടന്നങ്ങ് തെറി തുടങ്ങി. നിന്നോട് ഞാൻ പറഞ്ഞത് അങ്ങോട്ടോ എന്നൊക്കെ പറഞ്ഞു. അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല, ആരായാലും തെറി പറഞ്ഞു, കാരണം നന്നായിട്ട് ഒരുക്കി വിട്ടതല്ലേ. അപ്പൊ എന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്ത്, അതോ അർജുന്റെ ഡാൻസ് അവിടെ തുടങ്ങി. എനിക്കാണ് പിന്നെ ഡാൻസ് അവിടെ തുടങ്ങി. അപ്പോഴത്തേനും എനിക്കങ്ങ് വെപ്രാളം കയറിയ, ദൈവം എന്തൊരു കഷ്ടമല്ല, എന്തേലും ചെയ്യാൻ വൃത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫണ്ണായിരുന്നു. രാവിലെ തൊട്ട് ഞങ്ങളാണ് വന്നത് 5 മണിക്കൂർ എടുത്ത് മേക്കപ്പ് ചെയ്യാൻ. അത് വേറൊന്നും കൊണ്ടല്ല, ഇടയ്ക്ക് വെച്ച് കറണ്ട് അടിച്ചു പോയി റൂമിലെ. അത് കുറേ കണക്ഷൻ ഞങ്ങൾ BTS വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈറ്റൊക്കെ വെച്ചാൽ അത് ട്രിപ്പായി പോയിട്ട് എന്താ കുറേ സമയം അങ്ങനെ കൺസ്യൂമായിപ്പോയി. പിന്നെ ഞങ്ങളുടെ വർത്താനവും ഇളക്കവും എൻ്റെ ഒരു ഇളക്കവും ഒക്കെ കാരണം കുറച്ച് ഡിലേ ആയായിരുന്നു. പിന്നെ
വന്നു. എന്നിട്ട് എന്താ പിന്നെ അവൾ എന്തൊക്കെയോ ചെയ്ത് ശരിയാക്കി. താലികെട്ട് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഷൂട്ട് തുടങ്ങിയില്ല, അപ്പോഴത്തേക്കിനും ഇച്ചിരി ഇതായെന്ന് എനിക്ക് തോന്നി. ആ ഇറങ്ങിയൊരു ഭംഗി അങ്ങ് പോയി. പിന്നെ ഞാനും അങ്ങനെയായിരുന്നു. ഞാൻ മുണ്ടൊക്കെ സെറ്റാക്കി, എല്ലാവരും പറഞ്ഞ ബെൽറ്റ് ഇടാൻ, പക്ഷെ എനിക്ക് മുണ്ട് കൊടുക്കാൻ അറിയാം. ഞാൻ കൊച്ചിനെ മുതൽ കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ ഇതൊക്കെ നോർമലായിട്ട് കൊടുത്തിട്ട് വന്ന് അവിടെ പോയിട്ട് ഡാൻസ്, അളിയ ഡാൻസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആക്ടിങ് ആണ്. എന്ന് വെച്ചാൽ അവസാനത്തെ ഇതിൻ്റെ അകത്ത് ഞാൻ കയറത്തുള്ളൂ. മറ്റേ ഏത് പാട്ടായിരുന്നു മനസ്സിലായാലും കയറി, മറ്റേ 2 ഇതിട്ടാൽ മതി. ഞാൻ എന്നിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യും. ഇവരെന്നെ വിളിക്കാൻ വരും, കസിൻസ് ഡാൻസ് കളിച്ച്. ചിലപ്പം ഇത് ആരും ഇറക്കിട്ടില്ലെന്ന് തോന്നുന്നു ഡാൻസിൽ. എൻ്റെ കയ്യിൽ മാത്രമല്ല, അത് എവിടെയും കാണത്തില്ല. വരുമായിരിക്കും. എന്നിട്ട് ഇവർ അവസാനം എന്നെ വന്ന് ഇങ്ങനെ വിളിക്കും, ഇവരുടെ ഡാൻസ് കഴിഞ്ഞിട്ട് വാ കളിക്കാം. ഇതൊക്കെ പ്ലാൻഡാണ്. അപ്പം ഞാൻ പറയും ഞാനില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ മറ്റേ ആക്ടിങ്. എന്നിട്ട് ഞാൻ അവസാനം പോയി കളിക്കണം, കിടുവായിട്ട് കളിക്കണം. 2 മാസത്തെ പ്രാക്ടീസാണ്. അവിടെ വന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് കളിച്ചപ്പോഴേ മുണ്ട് ലൂസായി. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നിട്ട് ഇതെല്ലാം കളിച്ച് കഴിഞ്ഞ് തെറ്റി, ഡാൻസൊക്കെ തെറ്റിയിട്ട് പോയിട്ട്. അപ്പോൾ അവിടെ നിന്നൊരു മാമി പറയുക, മോൻ ഇപ്പം സ്റ്റെപ്പ് ഇട്ടതാണല്ലേ, കഴിവ് തന്നെയെന്ന്. ഞാൻ എന്തൊരു കഷ്ടമാണ്. പിന്നെ അതീ പിടിച്ച് എന്നെ അവരെ നിർബന്ധിച്ചിട്ട് കളിച്ചായിരുന്നു. കുറച്ചറിയാല്ല. എന്നിട്ട് ഇത് വീട്ടിലിരുന്ന് ആരും പറയുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, പക്ഷെ അർജു വിളിച്ച ഉടനെ അന്ന് കളിച്ചല്ലോ എന്നൊക്കെ ആരും പറഞ്ഞുകൊണ്ടാ. ഞാൻ അമ്മയെ നോക്കിയിട്ട് ബാവയുടെ അഭിനയം നല്ല ചെക്ക് അവന്ന് പറഞ്ഞ കസിൻ സംഗീതയുടെ അഭിനയം നല്ലതായതുകൊണ്ട് ആളുകൾ വിശ്വസിച്ചു. സംഗീതം എന്നിട്ട് എന്തോ എന്നോട് കണ്ടവര് പറഞ്ഞ, ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ അകത്തല്ലേ. അപ്പൊ എന്താ അതല്ല, നവമിയോ ആരോ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അർജുൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് എന്താ ചിരിച്ചു. അപ്പൊ ഞാൻ ചെന്ന് എടുക്കണോ, മുണ്ടഴിഞ്ഞു പോയി, എനിക്കും പേടിയാന്നായിരുന്നു. അഴിവില്ല, പക്ഷെ നമുക്കറിയാലോ, പറയാൻ പറ്റത്തില്ല. എന്റെ പേടി എനിക്കതായിരുന്നു. അത് കാരണം 4 സൈഡില് ക്യാമറയാണ്, ഫോൺ ക്യാമറ ഉണ്ട്. ഇതൊക്കെ ആരെങ്കിലും ഒക്കെ മുണ്ടഴിഞ്ഞു പോയിട്ട് തീർന്നില്ലേ പച്ചക്കുയിൽ മീഡിയ. അല്ല, നമ്മുടെ റിലേറ്റീവ്സിനെ തന്നെ, നമ്മുടെ റിലേറ്റീവ്സ് തന്നെ ഇങ്ങനെ ഫോണുമായിട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് കാര്യം പറഞ്ഞിങ്ങനെ. അതല്ല, എന്തായിരുന്നു, അല്ല എൻ്റെ പേടി അതായിരുന്നു, എൻ്റെ സാരി ഊരിപ്പോകുമെന്നുള്ളത്. അപ്പം ഡയറ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്ത് വന്നാലും ഇത് ഊരത്തില്ല. ആ ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഒരൊറ്റ കളി. അത് കളിക്കുവോ, മര്യാദക്ക് ഡാൻസ് കളിക്കണം, ഇല്ലേ ഡാൻസ് കളിക്കുക. അപ്പം മര്യാദക്ക് ഡാൻസ് കളിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഡാൻസ് കളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞു. പിന്നെ അർജുനെ അവിടെ ഇരുന്ന് കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര എന്തോ ഒരു ഇങ്ങനെ അങ്ങ് കയറി വന്നൊരു എന്താ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പോഴത്തേക്കിനും അങ്ങ് ഭയങ്കര ആ ഒരു എനർജിയിൽ അങ്ങ് ഡാൻസ് കളിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇതായിട്ട് പിന്നെയാണ് ന്യൂസിലൊക്കെ അത്യാവശ്യം വന്ന്. മറ്റേ ഫേസ്ബുക്കിൽ എല്ലാവരും ഭയങ്കര കുറേ വിശ്വസിച്ച്. ഞാൻ ഇൻസ്റ്റാഗ്രാം, ഞാൻ ഇപ്പം പറയണേ, ഇൻസ്റ്റാഗ്രാം ശരിക്കും പറഞ്ഞാൽ അടിച്ചു പോയി. കാരണം കുറേ മെസ്സേജ് എനിക്ക് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ അതിൽ പിന്നെ ലോഡാകത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പം ഭയങ്കര എല്ലാവർക്കും താങ്ക്സ് വിഷ് ചെയ്ത് എല്ലാവർക്കും കൂടെ ഞാൻ പറയും. എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ചുമ്മാ ഹാപ്പി മാരീഡ് ലൈഫ് ഹാർട്ടെന്ന് ഇട്ടയച്ചാലും ഭയങ്കര സന്തോഷമാണ്. ഇത്തരം പാരഗ്രാഫ് ഒക്കെ ടൈപ്പ് ചെയ്തയക്കുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞ്. പിന്നെ ഫേസ്ബുക്കിലെ കെട്ട മാമന്മാരെ ഞാൻ നോക്കുന്നില്ല, ഇവരൊക്കെ ആരാന്ന് കമന്റ് ഇട്ടിട്ട് സ്വയം സ്വയം ആനന്ദം കണ്ടെത്തുന്ന കുറെ മാമന്മാര്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ, കുഴപ്പമില്ല, അതിനെ കുറിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, നല്ല രസമാണ്. അതുപോലെ നമ്മുടെ അനിയത്തിമാരെ പിടിച്ച് മാമിമാരാക്കും, പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ പിടിച്ച് എന്റെ അമ്മൂമ്മയാക്കും. അങ്ങനെ കുറെ ക്യാപ്ഷനൊക്കെ അവര് വീഡിയോ എടുത്തിട്ട് ഡയറക്റ്റ് അനിയത്തിയുടെ പേര് മാറി, എൻ്റെ അമ്മൂമ്മ മാറി, പിന്നെ ഇവളുടെ മാമൻ മാറി, അങ്ങനെ എല്ലാവരും മാറ്റി മാറ്റിയാണ് ഇടുന്നത്. പക്ഷെ കുഴപ്പമില്ല, എല്ലാം ഫണ്ണായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചതിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ കല്യാണം പ്ലാൻ ചെയ്യുന്ന സമയം തൊട്ടേ ഞാൻ പറയുന്നുണ്ടായിരുന്നു, കൈ പിടിച്ചു കൊടുക്കുന്ന അമ്മയായിരിക്കണം. കാരണം അച്ഛൻ മരിച്ച പിന്നെ എൻ്റെ അമ്മയും അച്ഛനും അമ്മയാണ്, പിന്നെ ചേച്ചിയാണ്. അപ്പൊ പിന്നെ അമ്മയല്ലേ ചേച്ചി, അതുകൊണ്ട് എന്തായാലും നിർബന്ധമാണ്. അപ്പൊ അർജു പറഞ്ഞു, നീ ധൈര്യമായിട്ടത് ചെയ്തോ, അതൊരു കുഴപ്പവും ഇല്ല, എന്റെ വീട്ടിൽ ആരും ഒന്നും പറയാൻ പറ്റില്ല, 100 ആയുസ് ചേച്ചി വിളിക്കുന്നു. അപ്പോൾ ചേച്ചിയും അർജുൻ്റെ വീട്ടിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. നമ്മളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം എന്നുള്ളൊരു സ്റ്റാൻഡ്. ആദ്യം ഇഷ്ടം ഇങ്ങനെ ഉണ്ടെന്ന് അമ്മയോട് ഇവളുടെ കാര്യം പറഞ്ഞപ്പോഴേ അമ്മ എനിക്ക് ഫോൺ ഞാൻ വിളിച്ചു കൊടുത്തു. അപ്പൊ അമ്മ എന്ന് പറഞ്ഞ കൺഗ്രാജുലേഷൻസ് എന്ന് അമ്മ പറഞ്ഞു. ഇനി നീ നിന്റെ തലയിലെന്ന്.
അങ്ങനെ പിന്നെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര നല്ല സ്മൂത്ത് ആയിട്ട്. നമ്മുടെ ഇവന്റ് മാനേജ്മെന്റുകാരെ സമ്മതിക്കണം. അവർ അതായത് ഇപ്പം ഇന്നാണ് കല്യാണമെങ്കിൽ ഇന്നലെ വൈകുന്നേരം 4:30-5 മണി തൊട്ട് പണിയെടുത്ത് രാവിലെ 9 മണിക്ക് ആ ഫുള്ള് സെറ്റ് ചെയ്ത് അവരെടുത്തു. കാരണം അവർക്ക് നേരത്തെ ചെയ്യാൻ പറ്റത്തില്ല, ഫ്രഷ് ഫ്ലവേഴ്സ് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഉറങ്ങാതെ എന്നിട്ട് നമ്മുടെ എല്ലാ പരിപാടിക്കും ഡ്യുവാലിറ്റി വെഡിങ്സ്, അമ്പിളിയും വൈശാഖും അത് ഭയങ്കരമായിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ, അതായത് നമ്മൾ പെണ്ണിൻ്റെ സൈഡിൽ നിന്നല്ലേ കല്യാണം നടത്തുന്നത്, അപ്പം നമുക്കാണല്ലോ കുറച്ചുകൂടി ടെൻഷൻ കൂടുതലുണ്ടാവുക അന്നത്തെ ദിവസം. അപ്പം ഞങ്ങളുടെ ഭയങ്കര ടെൻഷൻ കുറഞ്ഞു കിട്ടി. എനിക്കാണ് ഏറ്റവും അധികം ടെൻഷൻ കുറഞ്ഞു കിട്ടിയത്. കാരണം എന്തുണ്ടെങ്കിലും എനിക്ക് അമ്പിളിയെ വിളിച്ചാൽ മതി. പിന്നെ നമ്മുടെ തലയിൽ വെക്കുന്ന മുല്ലപ്പൂവും താമരയൊക്കെ വെച്ചല്ലോ, അതടക്കം ഇവർ അറേഞ്ച് ചെയ്തു. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ചെയ്ത വീഡിയോസ് ഒക്കെ ആണെങ്കിലും നല്ല പ്രൊഫഷണൽ ആയിരുന്നു. അത് നിന്റെ ഫ്രണ്ട് അല്ലേ? അതെ, അർജുൻ പേര്, സൈക്കോ ഫോട്ടോഗ്രാഫർ. അവനും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട്. പിന്നെ നമ്മൾ മറ്റേത് പറഞ്ഞായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കരുതെന്ന്. എന്തായാലും അവന് ഓടിച്ചിട്ടുണ്ട്. അതെ, നല്ലോണം ഓടിച്ചിട്ടുണ്ട്. അതിന്റെ BTS എടുത്തിട്ടുണ്ട്. എന്റെ 2 ഫ്രണ്ട്സ് വന്ന് അവര് വരും അവരുടെ വ്ളോഗ്. പിന്നെ മറ്റേ കൺഫെറ്റി പൊട്ടിയപ്പോ ചിലത് ഞെട്ടി. മറ്റേ പടക്കം, മറ്റേ പൂ തെറിച്ച് വരും. ഞങ്ങളിങ്ങനെ ഞാൻ നടന്നു പോയപ്പോ ഈ സാധനം പൊട്ടിച്ച് ഞാൻ ഞെട്ടി. അല്ല, എന്റെ കൂടെ നിന്നവരും ഞെട്ടി. ധന്യ ചേച്ചിയും പിന്നെ എന്റെ വിദ്യ ചേച്ചിയും ധന്യ ചേച്ചിയുമാ നിന്നതെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും ഞെട്ടിട്ടുണ്ട്. എല്ലാരും ഞെട്ടി. പിന്നെ റിസപ്ഷന് മറ്റേ പൂത്തിരി കത്തിച്ചപ്പോഴും സാധനം തെറിച്ച് വന്നു. കൂളർ വന്ന് അടിച്ചിട്ട് മേത്ത് ഞാൻ തന്നെ മുഖം കഴിഞ്ഞത്. പിന്നെ അത് പിന്നെ ഞങ്ങൾ താലി കെട്ടിയപ്പോഴും പുറകിന്ന് പൊട്ടിത്തെറിച്ചു. ബോംബിട്ട് പോട്ടെ ഇടക്കിടക്ക്. പക്ഷെ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ട് വെച്ചതാ. പക്ഷെ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നോ, അർജു ഞെട്ടിയല്ലോ. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നു. ആരോ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു കോമഡി ഉണ്ടായി, അർജു ചേട്ടൻ ഞെട്ടി ഇത് പൊട്ടിയപ്പോ. അപ്പൊ ഞാൻ ഞെട്ടരുത് എന്ന് പറഞ്ഞിട്ടോ ഞാൻ കയറിയില്ല, ഞാൻ ഞെട്ടിയനെ. അതുകൊണ്ട് എനിക്കൊരിത് കിട്ടി. അതെ. ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ കല്യാണം? എന്തൊരു ചോദ്യമാണല്ലേ. അർജുനെ തന്നെ ഇനി കല്യാണം കഴിക്കാനാണ് ഞാൻ റെഡിയാ. എനിക്ക് ഭയങ്കര കുടുംബകലഹം അങ്ങനല്ല അർജുനെ തന്നെയാണ് എനിക്ക് ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല രസമായിരുന്നു. എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഹാപ്പി ഡേ പണ്ട് എനിക്ക് ഞാൻ ചോദിക്കുമ്പോൾ അഞ്ജലിയുടെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. ഇപ്പം എനിക്ക് രണ്ടാമതായി അത്. ഇപ്പം എൻ്റെ കല്യാണമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിനെസ് ഉള്ള ദിവസം. എനിക്ക് അർജന്റീന വേൾഡ് കപ്പ് പഠിച്ച ദിവസം. ഞാൻ എന്തോ ചെയ്യും, ഞാനാണ് അർജന്റീനയിൽ റൊണാൾഡോ എന്ന് പറഞ്ഞത് മറക്കരുത്. പഠിപ്പിച്ചല്ല വരും. ഇനി അർജുനോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ്? അല്ല, വിട്ട് കളയണം, മൈമറിഞ്ഞു പോയാ പോണം എന്നൊക്കെ പറഞ്ഞ് നടന്നവനാ. ഇപ്പൊ കണ്ടില്ലേ ഈ പറയുന്നവരെല്ലാം കേട്ടു കണ്ടോ? അന്ന് എല്ലാവരും നിങ്ങളുടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് ഞാൻ വരും നിങ്ങളുടെ കമന്റ് ബോക്സിൽ. അർജുനൊരു ബുക്കുണ്ട്, നിങ്ങൾ കമന്റ് അങ്ങനെയൊന്നും പറയല്ല, അവര് സത്യം വിചാരിക്കും. ഞാൻ എന്റെ മനസ്സിൽ നോട്ട് ചെയ്യും, ഒന്നും ഓർക്കത്തില്ല, പേടിക്കണ്ട. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഇൻബോക്സ് ഇപ്പൊ എന്താണ് നീയൊക്കെ എല്ലാരും ഫൺ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തു. പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹണിമൂൺ ഒന്നും പോകാൻ പറ്റില്ല. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ 2 വർഷം പ്രേമിച്ചതാണല്ലോ. കൂടി ഒന്നല്ല വലിയ വരെ പോകുന്നതിനായി ഇവന് ഹണിമൂണെന്ന് പറയുന്നത് വൃത്തികെട്ടാൻ പോണം അവിടെ. എനിക്ക് പോണം, പക്ഷെ ഇപ്പോഴല്ല, തിരക്കൊക്കെ അർജുൻ്റെ ഒക്കെ മാറിയിട്ട് വിഷമമുണ്ട്. എന്നാലും ഒരു ചെറിയ സങ്കടം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തൊക്കെ ആൾക്കാർ ചോദിച്ചത്, അതായത് വെൻ ഐ സേ റെഡ് ഐ മീൻ ദിസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സാരിക്ക് കമന്റ് വന്നായിരുന്നേ. സത്യം, എനിക്ക് ആ റെഡ് തന്നെ വേണമായിരുന്നു. അപ്പം അങ്ങനത്തെ. പക്ഷെ എൻ്റെ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് കല്യാണ ഡ്രസ് എടുത്ത ചെക്കൻ ഞാനാണ്. റിസപ്ഷന് ഞാനാ. കാരണം ഞാൻ ചെന്ന് ഞാൻ അന്ന് രാവിലെ എടുക്കുന്നില്ല. ഞാൻ അങ്ങനെ പെട്ടെന്ന് അറേഞ്ച്മെന്റ് ഒന്നും ഇല്ല. ഇവളാണെങ്കിൽ എൻ്റെ 2 ദിവസം മുന്നേ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ 2 ദിവസം മുന്നേ പോയിട്ട് ഒരു ഷർട്ട് ഇങ്ങോട്ട് എടുത്തോ, ഇട്ട് നോക്കി ആ ഭാഗം എടുത്തോ, അത് നേരെ താഴെ റിസപ്ഷൻ ഇട്ട് ഭാഗം എല്ലാം 10 മിനിറ്റ് താഴെ 7 മിനിറ്റ് താഴെ ഞാൻ എല്ലാം എടുത്ത് മുണ്ടും ഏതായാലും 2 എടുത്ത് തരാൻ പറഞ്ഞു. പക്ഷെ രസം ഉണ്ടായിരുന്നല്ലേ. അതല്ലേ, ഞാൻ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ 7 മിനിറ്റ് ക്യാമറ പൊക്കുമ്പോഴത്തേനും എടുത്തു കഴിഞ്ഞു. ഒന്നാമത് ഞാൻ സ്ലോ, അതിന്റെ വേണ്ടി ഇത് പൊക്കി വരുമ്പോഴത്തേനും കഴിഞ്ഞു. വ്ളോഗ് എടുത്താലും അവിടെ എടുത്തൊന്നുമില്ല, കുറെ എടുത്തു വെച്ചേക്കും. കുറേ എടുത്തു. അർജു കൂത്താമ്പള്ളി AR ഹാൻഡ്ലൂംസിൽ പോയിട്ടാ അർജുന്റെ ഫാമിലി ഫുള്ള് ഇതെടുത്തത്. പക്ഷെ അന്ന് അർജു കുറെ എനിക്ക് വേണ്ടി ഞാൻ എന്റെ വ്ളോഗിലിടാൻ കുറെ വീഡിയോസ് ഒളിച്ചൊക്കെ എനിക്ക് നാണോ ഇങ്ങനെ
നാണമായിട്ട് ഞാൻ എന്നിട്ട് ഫോഴ്സ് ചെയ്തിട്ട് പാവം എനിക്ക് ഞാൻ കസിൻസിന്റെ ഒക്കെ കൊടുത്തിട്ട് എടുത്തെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും ഇടാൻ പറ്റിയില്ല, കാരണം ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പിന്നെ അതൊക്കെ പോയാ മൈൻഡൊക്കെ പോയി നമുക്ക്. കാരണം തിരക്കായി ഞങ്ങൾ കുറേ നാളെടുത്ത് പ്ലാൻ ചെയ്ത, പക്ഷെ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും അവസാനം ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും. കാരണം നമുക്ക് ഇപ്പൊ ബ്യൂട്ടി പാർലറിൽ പോവോ, സ്പാ ചെയ്യുക, ഹെയർ സ്പാ ചെയ്യുക, പിന്നെ മേക്കപ്പിന്റെ ട്രയല്. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ രാവിലെ മറ്റൊരു സാധനം മേടിച്ചിട്ട് അല്ല കേട്ടോ, ലാസ്റ്റ് ദിവസം ഫേഷ്യൽ ചെയ്യാൻ പോയായിരുന്നു. എന്ത് ഫേഷ്യല്? അതെന്റെ ബ്ലാക്ക് ഹെഡ് ഞാൻ കളയാൻ പോയത്. അത് തന്നെയാണ് ഫേഷ്യൽ എന്ന് പറയുന്നത്. അത് എല്ലാവരും എന്നോട് പറയുന്നത്, നിന്റെ കല്യാണം അല്ലടാ, വേറെ ആരുടെയാണ് എന്തെങ്കിലുമൊക്കെ പോയി കാണിക്കാൻ മുഖത്ത്. അങ്ങനെ എന്നെ പ്രഷർ കയറ്റി പറഞ്ഞു വിട്ടേ. പൗഡർ ഇട്ടാ പോരെ, മോൻ കഴുകി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ റെഡിയാവും. എന്നിട്ട് ഇവിടെ തലേദിവസം വിളിച്ചു വെക്കുന്നത്, ആരും മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണോ? എനിക്കൊന്നും ആരും വേണ്ട. എന്നിട്ടേ നിനക്ക് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്കാരും ഇല്ലാന്ന് 10 വട്ടം പറയുകയും ചെയ്യും. എന്നിട്ട് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും സമ്മതിക്കത്തില്ല. എന്നിട്ട് പാവങ്ങൾ 2 പേരെ ഞാൻ വിളിച്ചു. അവരെന്നിട്ട് കുഴപ്പമില്ലെങ്കിൽ അർജുന് വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, നമുക്ക് ഇനി വർക്ക് ചെയ്യാവല്ലോ. നമ്മളെന്നും പൗഡർ ഇട്ടല്ലാണ്ട് ചെയ്യുക. അതെ അതെ. പിന്നെ അർജുൻ അങ്ങനെ അൺഈവൻ സ്കിൻ ടോൺ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നാച്ചുറൽ ബ്യൂട്ടി നല്ലത് പറയാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ, മെയിനായിട്ട് ആഘോഷമൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മള് കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പം നമ്മൾ തന്നെ വിചാരിച്ചില്ല. നമ്മൾ ആ പൈസ നമ്മളത് ചെറുതായിട്ട് ഒരു 50 പേരുടെ പരിപാടിയായിട്ട് നടത്താനാണ് ആദ്യം വരുന്നത്. ചെറിയൊരു 50 പേര് നമ്മുടെ ഫാമിലി. പക്ഷെ ഇത് അങ്ങനെ വലുതായി പോകും. പക്ഷെ 200 പേര് നമ്മൾ പറഞ്ഞു അത്രേ പറ്റത്തുള്ളൂ. അതിനനുസരിച്ച് അമ്മയും അച്ഛനും ഇവരുടെ വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ഒരു നല്ലൊരു. എൻ്റെ അമ്മ പിന്നെ ചില്ല. അമ്മ നുന്നുവിൻ്റെ അടുത്ത് പോയിട്ട്, നുന്നു എന്നാണ് വിളിക്കുന്നത്, നുന്നുവിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ലിസ്റ്റ് എഴുതാമോ വിളിക്കുന്നത്. ബോറിങ് പരിപാടിയൊക്കെ എനിക്ക് തരുന്നു, നീ അങ്ങോട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ബാക്കിയെല്ലാം ഇവൻ മാനേജ്മെൻറ്റിനൊക്കെ കൊടുത്ത് ഇതേ ഉള്ളു ചെയ്യുന്നത്, അങ്ങോട്ട് ചെയ്യുന്നു. അപ്പം എൻ്റെ ആണെങ്കിൽ വീട്ടിലിങ്ങനെ കല്യാണക്കുറി അടിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കെന്തോ 1 മാസം 2 മാസം മുന്നേ കണ്ടന്റ് തന്നു സാധനം. പക്ഷെ ഞാൻ അടിക്കുന്നത് എന്തോ വിളിക്കുന്നതിന് മുന്നെയാണ് ഞാൻ സാധനം റെഡിയായി കൊടുക്കുന്നത്. 15 ദിവസം മുന്നേ. എന്നിട്ട് നമ്മള് നല്ല പരിപാടിയായിരുന്നു. അത് നമ്മൾ ഇട്ടില്ല. സ്ട്രോം ബ്രേക്കർ എൻ്റെ ഒരു ഫ്രണ്ടാണ്, നമ്മുടെ ഒരു ഫ്രണ്ടാണ് ചെയ്തത്. അതെ, എല്ലാവരും ഭയങ്കര എന്താ പറയാ, നമ്മുടെ ഇതില് ഇൻവോൾവ് ആയ എല്ലാവരും നമുക്ക് പരിചയമുള്ളവരും മുന്നേ വർക്ക് ചെയ്തവരും ഒക്കെ തന്നെ ആയിരുന്നത് കൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ എവിടെ നോക്കിയാലും അറിയാവുന്ന ആൾക്കാർ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു കല്യാണത്തിന്. പിന്നെ എന്തായിരുന്നു, ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്നത് ഭയങ്കര നല്ല കാര്യം കേട്ടോ. കല്യാണത്തിന് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാകും, അങ്ങനെ ഇല്ല. അതാണ് ഏറ്റവും നല്ലത്. കാരണം എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വല്യച്ഛനും അച്ഛനും ഒക്കെ ഭയങ്കര ഓടാണ്. അവര് കണ്ടില്ല മര്യാദക്ക് കല്യാണം. ഈ പ്രദേശം അവിടെ പ്രശ്നം, അവിടെ വിളിക്കുന്നത് ഇവിടെ വിളിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം ഒരാളോട് പറയുക, നമ്മൾ അതിനെ കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് ആഡൊന്നും അല്ല കേട്ടോ, ആഡ് പറയാനും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ജെന്യുവിനായിട്ട് പറയുന്നത് അത് അവര് ചെയ്തതുകൊണ്ട് മാത്രമല്ല പറയുന്നത്. ഇവന്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, പക്ഷെ ഞങ്ങൾക്ക് ഇവര് നല്ലതായിരുന്നു എന്നുള്ളത് പറയാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് പൈസ പക്ഷെ പൊക്കി പറയാൻ കേട്ടോ. അതെ അതെ, അമ്പിളി വിശാഖം കേൾക്കാൻ പറയുന്നതൊക്കെ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ പറയാന്നൊക്കെ. പക്ഷെ ഇവന്റ് മാനേജ്മെന്റിന് കൊടുക്കുക. പിന്നെ വെന്യൂ അത്യാവശ്യം നേരത്തെ ബുക്ക് ചെയ്യുക. കുറച്ചധികം വെന്യൂസ് കണ്ട് വിളിച്ചു ചോദിച്ചിട്ട് ഒരിടത്ത് വിളിച്ചപ്പോഴേ സോറി മാം ദാറ്റ് ഡേറ്റ് ഈസ് നോട്ട് അവൈലബിൾ, കുഡ് യു പ്ലീസ് ചേഞ്ച് യുവർ വെഡിങ് ഡേറ്റ് ഒന്ന് മാറ്റി വെക്കാമോ? ആടോ ശരി എന്നാ, അല്ലാതെ പറയാനാ. അപ്പോൾ വെന്യൂ നേരത്തെ പ്ലാൻ ചെയ്യുക, ബുക്ക് ചെയ്യുക അഡ്വാൻസ് കൊടുത്തിട്ട്. മാക്സിമം നമ്മൾ എനിക്ക് ആ ലോൺ എടുത്ത് നടത്തുന്നവരുടെ എന്തിനാ നമ്മൾ ആ ഒരു ഡ്രീമാണ് നല്ലോണം ഇത് വിടണമെന്ന്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി, എൻ്റെ ഒരു ഒപ്പീനിയനാണത്, കുറച്ചുകൂടി റിയലിസ്റ്റിക്കാണ്. ആ പൈസ എന്തിനൊക്കെ ഇതാക്കാം അവരുടെ. ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചു. കയ്യിൽ ഒതുങ്ങുന്ന പൈസ അഹങ്കാരം പറയല്ല, നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നടത്തായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഇത് നമ്മളങ്ങനെ ഫോളോ ചെയ്തിട്ട്. പിന്നെ സ്വർണ്ണം ആണെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് സ്വർണ്ണം ഇടുന്നവരല്ല. അങ്ങനെ ഞാൻ എല്ലാം ഊരി വെച്ചാൽ കിട്ടിയ മാല കിടന്നോട്ടെ കുറച്ച് ദിവസമെങ്കിലും സ്വർണ്ണം. പക്ഷെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പോഴാണ് പഠിച്ചത്. അവിടെ പോയി കഴിഞ്ഞ് നമ്മളവിടെ ചെന്ന് മൊത്തം എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും രൂപ സ്വർണ്ണത്തിനായല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും മിനിമം സ്വർണ്ണമാണ്. ഞാനൊരു മാലയും ഒരു ഇതും അതെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ അമ്മൂമ്മ പൈസ തന്നു. ഇങ്ങനെ മോളെ നീ ഇഷ്ടമുള്ള സ്വർണ്ണം എടുത്ത്
എടുത്തോ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ ഒത്തിരി നാളായിട്ട് എൻ്റെ കല്യാണത്തിന് വേണ്ടി സേവ് ചെയ്ത് പൈസ വെച്ചതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇടുകയുള്ളായിരുന്നു. അമ്മൂമ്മ അങ്ങനെ എനിക്കിതിന് വേണ്ടി പൈസ തന്നതുകൊണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയും എനിക്കൊരു മാല ഗിഫ്റ്റ് തന്നായിരുന്നേ. പക്ഷെ അത് ഇടാൻ പറ്റിയില്ല, ചേരുന്നില്ലായിരുന്നു ആ ഒരു ഔട്ട്ഫിറ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതും അല്ലെങ്കിൽ ഞാൻ ഇടത്തില്ലായിരുന്നു. കാരണം എൻ്റെ അങ്ങനെ നമുക്ക് ഇല്ലല്ലോ ഈ മേക്കിംഗ് ചാർജും ഒക്കെ കൊടുത്തിട്ട് കളയാനായിട്ട്. പക്ഷേ ഞാൻ അറേബ്യൻ ഗോൾഡായിട്ട് കൊളാബ് ചെയ്തിരുന്നു. അപ്പോൾ അവരെനിക്ക് കുറച്ച് മേക്കിംഗ് ചാർജൊക്കെ കുറച്ച് തന്നു. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ കുറച്ചും കൂടെ എനിക്കൊന്ന് എടുക്കാനൊക്കെ പറ്റിയത്. അവരും എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു. ഭയങ്കര എനിക്കറിയത്തില്ല, കല്യാണം ആയതുകൊണ്ടാണോ അറിയത്തില്ല, എന്താ അതെ 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 എല്ലാവർക്കും ഭയങ്കര സ്നേഹവും ഒക്കെ ആയിരുന്നു. എവിടെ ചെന്നാലും കല്യാണത്തിന്റെ ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും വേറെ ഹാൻഡ്ലൂംസിൽ പോയപ്പോൾ അവരെന്തുമായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു. എൻ്റെ അടുത്ത് ഭയങ്കര ഒരു ഫുള്ള് ഗിഫ്റ്റായിട്ട് എടുത്തോന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊരു അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ഒത്തിരിയും കൂടി ഭയങ്കര ഓർത്തിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ബ്രൈഡിനും ഗ്രൂമിനും കുറച്ചും കൂടി എനിക്കൊക്കെ ഇപ്പോഴും ആ മൊമെന്റ് ഇങ്ങനെ റീകോൾ ചെയ്യാൻ പറ്റും നന്നായിട്ട്. എന്നോട് എല്ലാവരും ചോദിച്ചു ടെൻഷൻ ഉണ്ടോ, അർജുനോട് ചോദിച്ചോ? എന്നോട് ചോദിക്കും. ഞാൻ കൈയും കൊട്ടി ചിരിച്ചോണ്ടിരിക്കുന്നത്, എന്തോ ടെൻഷൻ. അതെ, എനിക്ക് നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടും സ്ട്രേഞ്ചർ അല്ലല്ലോ. അല്ല, അതിപ്പോ എത്ര പേര് ലവ് മാരേജ് ചെയ്യുന്ന അങ്ങനല്ല. എനിക്ക് ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അറിയത്തില്ല, ഞാൻ ആരെയും ഇതാക്കി പറയുന്നതല്ല. പക്ഷെ എനിക്ക് ഞാൻ വിചാരിച്ച് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളല്ലേ, ചുമ്മാ പിടിച്ച് കരയുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എനിക്ക് താലി കെട്ടുമ്പം സന്തോഷം കൊണ്ടിട്ട് ഞാൻ കരയുമെന്ന്. പക്ഷെ ഞാൻ എന്താണ് മറ്റേ എൻ്റെ കെട്ട് കഴിഞ്ഞ് സാധനമായിരുന്നു അത് മൊമെന്റ് സംഭവിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റി. പിന്നെ അത്രയൊക്കെ ഉള്ളു. നമുക്ക് വേണ്ടി നമ്മൾ കല്യാണം കഴിക്കുക, അതായത് ഫംഗ്ഷൻ ആണെങ്കിലും അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അല്ലേ. ആരെയും ഒന്നും ഇപ്പം എല്ലാവരും ഹാപ്പിയാണ്. നമ്മുടെ ഒരു സൈഡിൽ നിന്ന് ഹാപ്പി, വീട്ടുകാർക്കും ഹാപ്പി, വന്നവർക്കും ഇന്നവർക്കും പോയവർക്കും എല്ലാവരും ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് ഒത്തിരി പേര് കല്യാണം കഴിഞ്ഞ് വന്ന ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്ക് കുറെ സന്തോഷം. കാരണം ദുബായിൽ നിന്നൊക്കെ തലേന്ന് വന്ന് കല്യാണം കൂടിയിട്ട് അന്ന് രാത്രി പോയ ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് സോണിയ, അവളും 2 ദിവസത്തേക്ക് ലീവ് എടുത്ത് വന്നു. അങ്ങനെ കുറെ, കാരണം ഇന്റിമേറ്റ് വെഡിങ് കൂടി ആകുമ്പോൾ ഇവർക്ക് നമ്മളവരത്രയും ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും എല്ലാരോടും മിണ്ടിയോന്ന് വെച്ചാൽ ഇല്ല, എന്നാലും പക്ഷെ എല്ലാരെയും നോക്കി ഒന്ന് സംസാരിക്കാൻ പറ്റി, ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ. അത് നമ്മുടെ മുഹൂർത്തം 12 മണിക്കായിരുന്നു. മുഹൂർത്തം 12:10 12:10 എന്നിട്ട് സൂര്യൻ മേളിൽ നിൽക്കും. അപ്പൊ ഫോട്ടോഗ്രാഫേഴ്സിനും ഫോട്ടോ നല്ലത് അങ്ങനെ കുറെ പ്രശ്നം അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. പക്ഷെ അതും നമ്മള് രസമായിട്ടാണ് ടാക്കിൾ ചെയ്ത് പോയത്. അതുകൊണ്ട് രസമായിരുന്നു. പിന്നെ എല്ലാം ഭയങ്കര ഇങ്ങനെ എൻജോയ്മെന്റ് ആണ്. നമ്മുടെ കല്യാണം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് കുറച്ച് ഞാൻ വേറെ ആരുടെ കല്യാണത്തിന് വന്ന് വരെ ചുമ്മാ മുണ്ടൊക്കെ മടക്കി നടക്കുമായിരുന്നു. അപ്പം വീട്ടിൽ അമ്മ വിളിച്ചിട്ട് നീ കല്യാണ ചെക്കനാണ്, അതൊക്കെ താത്തി. അതെന്താ ഞാൻ സാരി മാറാൻ പോയപ്പോ ഞാൻ മൊത്തം അവിടെ ഇതടിച്ച് നടക്കുമായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വിഷിങ്. എല്ലാവരും ഒത്തിരി പേര് വിഷ് ചെയ്തു. എല്ലാവരോടും പേഴ്സണലി റിപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ചെയ്യണം എന്നുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇൻബോക്സ് ഒക്കെ പോയി കിടക്കും. വരുന്നവരുടെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഫ്രണ്ട്സൊക്കെയാ ഫ്രണ്ട്സിന്റെ കാര്യം. കുറെ പേര് വിളിച്ചിരുന്നു. അപ്പൊ എല്ലാവരും ഇപ്പോഴൊക്കെയാ തിരിച്ചു വിളിക്കുക. കാരണം കല്യാണം ആകുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ്. അങ്ങനെ അപ്പൊ എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബോറടിപ്പിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ പ്ലാനും ചെയ്ത് എല്ലാവരും ചുമ്മാ ഇവിടെ വിളിച്ചു പറഞ്ഞ ഒരു ചെറിയ കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതും എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് കാണുന്ന 10 പേരാണേലും അവരോട് പറയണമെന്നുണ്ടായിരുന്നു. അറിയത്തില്ലല്ലോ. അല്ല, ഈ അൺഫിൽറ്റേർഡിൽ വീഡിയോ ഇട്ടിട്ട് എത്ര കാലമായെന്ന് പറയാം. ഞാൻ അർച്ചുമായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ മാസത്തിൽ ഒരിക്കലും ഇപ്പിടല്ലോ. കഴിഞ്ഞ മാസം ഇട്ടില്ല. അത് പിന്നെ തിരക്കായോണ്ടാ കല്യാണത്തിന്റെയും പിന്നെ സിനിമയുടെയും ഒക്കെ തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. പക്ഷെ ഞാനതുകൊണ്ടല്ല, എനിക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട്, അതായത് നമ്മളെപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പം എന്തെങ്കിലും നല്ല പുതിയത് ചെയ്യണം, പോഡ്കാസ്റ്റിൽ തന്നെ എന്തെങ്കിലും പുതിയത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലും കൂടിയാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആക്കണം എന്നുണ്ട്. അതായത് നമ്മുടെ പോഡ്കാസ്റ്റ് എടുക്കുന്ന സ്ഥലമാണെങ്കിലും, അല്ല ടൈമിട്ടത്തിൽ കൊള്ളത്തില്ലെന്നല്ല കേട്ടോ പറഞ്ഞത്. അങ്ങനെയല്ല, കുറച്ചിങ്ങനെ വെറൈറ്റി കൊണ്ടുവരണമല്ലോ. അതാണല്ലോ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ മറ്റേ സാധനം വെക്കണം എന്നുണ്ട്. അൺഫിൽറ്റേർഡ് പയ്യ പറഞ്ഞാന്ന് എഴുതി വെക്കണം. സമ്മതിക്കത്തില്ലേ?
വിചാരിക്കും അവരാണ് ആദ്യം തൊട്ട് പറയുന്നത് വെക്ക പറഞ്ഞേന്ന്. കാരണം ഇപ്പം കുറെ പേര് പോഡ്കാസ്റ്റ് എടുക്കുന്നു. ഇവിടെ നന്നായിട്ട് കുറെ പോഡ്കാസ്റ്റ് വരുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലതുണ്ട്. ഇപ്പൊ എല്ലാരും പോഡ്കാസ്റ്റ് കൾച്ചറൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഞാനും വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പം ഓരോ പോഡ്കാസ്റ്റ് ഒക്കെ ഇട്ട് പറഞ്ഞ പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ട് കേട്ടോ. ഇല്ല, നീക്കി വെക്കും, എനിക്ക് കുഴപ്പമില്ല. ഇല്ല, നീക്കി വെക്കുന്നില്ല, ഞാൻ കേൾക്കാറുണ്ട്. ഞാനിങ്ങനെ വർക്ക് ചെയ്യുമ്പം, കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടോണ്ടായിരിക്കും, ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ആ സിനിമ അതാണ് വർക്ക്. മൊത്തം ചെവിയിൽ വേറെ എന്തെങ്കിലും. അല്ല അർജു പക്ഷെ ഫീഡ്ബാക്ക് ഓണസ്റ്റ് ആയിട്ട് തരാറുണ്ട്, അത് എനിക്കിഷ്ടമാണ്. വിഷമം ഉണ്ടെങ്കിലും. പക്ഷെ തുടക്കം തൊട്ടേ ഞാൻ ഏതോ എൻ്റെ മറ്റേ റിപ്പോർട്ടറിലെ ഇൻ്റർവ്യൂവിൽ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ എന്നോട് കുറച്ചുകൂടെ കാഷ്വലായിട്ട് ബിഹേവ് ചെയ്യാനൊക്കെ പറഞ്ഞത് അർജു ആയിരുന്നു. അതൊക്കെ നല്ല ക്രിയേറ്റീവ് എന്തോ ഒരു സാധനം പറയല്ലോ, ഹെൽത്തി ക്രിറ്റിസിസം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, അതെനിക്കിഷ്ടമാണ്. അത് കുഴപ്പമില്ല. പക്ഷേ അർജുൻ്റെ വീഡിയോയിൽ ഞാൻ ഒപ്പീനിയൻ പറയാൻ പോവാറില്ല, കാരണം എന്നെ റോസ്റ്റ് ചെയ്തോട് വെറുതെ എന്തിനാ ഞാൻ. ഫാമിലി ഫ്രണ്ട്ലി ചാനൽ, ആർക്കാണല്ലോ അഭിപ്രായം പറയാം. ഞാൻ പറയും, അത്ര വൃത്തിയുടെയൊക്കെ ആണെങ്കിൽ ഞാൻ പറയും. പക്ഷെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും അല്ല. അരിട്ടിട്ട് വേണ്ട അഭിപ്രായം പറയാൻ. അതുകൊണ്ട് സത്യം അങ്ങനെയും പറയണമെന്നുണ്ട്. പിന്നെ വെറുതെ ഇരുത്തിക്കൊണ്ട് അപമാനിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ അർജുൻ്റെ വീഡിയോ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളായിരിക്കും അല്ലേ? എന്തായാലും ഷൂട്ട് വെച്ചാൽ ഇടാം. ഫേസ്ബുക്കിൽ മാമന്മാരെ റിയാക്ട് ചെയ്യാം. പക്ഷെ ഷൂട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നടക്കുമെന്നറിയില്ല. പക്ഷെ ഞാൻ അൺഫിൽറ്റേർഡിൽ നല്ല അടിപൊളി പോഡ്കാസ്റ്റ് ഒക്കെ കൊണ്ടുവരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും ഒന്ന് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.